ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം ഗിരിരാജഖണ്ഡം. മൂന്നാമത്തെ ഖണ്ഡമാണ് ഗിരിരാജഖണ്ഡം. ഇതിലെ അദ്ധ്യായം 1 ഗിരിരാജ പൂജാവിധി വർണ്ണനം. നാരദ മഹർഷി ബഹുളാശന് കഥ പറയുന്നത് തുടരുകയാണ്. കൃഷിയെ അവലംബിച്ച് ജീവിച്ചിരുന്ന ഗോപന്മാർ വർഷം തോറും ദേവേന്ദ്രന് യാഗം ചെയ്യുക പതിവുണ്ടായിരുന്നു. ഒരു ദിവസം ഗോപന്മാർ അതിനായി ഒരുങ്ങുന്നത് കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെപ്പറ്റി ചോദിക്കുകയും ദേവേന്ദ്രന് ബലി സമർപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് യുക്തിയുക്തം സമർത്ഥിക്കുകയും ചെയ്തു. ഹരിയെ ഭജിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്നും അതാണ് ചെയ്യേണ്ടതെന്നും ഭഗവാൻ ഉത്ബോധിപ്പിച്ചു. ഹരിയുടെ മാർവിടത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗോവർദ്ധനഗിരി പുലസ്ത്യമുനിയുടെ പ്രഭാവം കാരണമാണ് വൃന്ദാവനത്തിൽ എത്തിയതെന്നും അതിനെ പൂജിക്കുകയാണ് വേണ്ടതെന്നും അതിനാൽ ഗോവിപ്രാദികളെ പൂജിച്ച് പൂജാദ്രവ്യങ്ങളെല്ലാം ഗോവർദ്ധനഗിരിക്ക് സമർപ്പിക്കണമെന്നും ഭഗവാൻ നിർദ്ദേശിച്ചു. ഇത് കേട്ട നന്ദാദി ഗോപന്മാർ ആ അഭിപ്രായം സ്വീകരിച്ച് അതിനായി ഒരുക്കങ്ങൾ ചെയ്തു. ഭഗവാൻ പൂജാവിധികൾ വിവരിച്ചു. ആദ്യമായി ഗോവർദ്ധന താഴ്വര മുഴുവൻ ചാണകം മെഴുകി ശുദ്ധിയാക്കി. ഗോവർദ്ധനത്തിനെ ഗംഗാജലം കൊണ്ടും യമുനാജലം കൊണ്ടും പിന്നീട് പാൽ, പഞ്ചാമൃതം എന്നിവ കൊണ്ടും അഭിഷേകം ചെയ്ത് വസ്ത്രമാല്യ പുഷ്പാദികൾ സമർപ്പിച്ച് ധാരാളം ദീപങ്ങൾ തെളിയിച്ച ശേഷം പർവ്വതത്തെ പ്രദക്ഷിണം വെച്ച് തൊഴുത് മന്ത്രപൂർവകം നമസ്കരിക്കണം. തുടർന്ന് പുഷ്പാഞ്ജലി, നീരാഞ്ജനം എന്നിവ സമർപ്പിച്ച് ബ്രാഹ്മണരെയും പശുക്കളെയും അഗ്നിയെയും ദേവന്മാരെയും പൂജിച്ച് എല്ലാവർക്കും ഭോജനം നൽകുകയാണ് വേണ്ടത്. പിന്നീട് മംഗളധ്വനിയോടെ നൃത്തം ചെയ്യണം. ഇപ്രകാരം ഗിരിരാജനായ ഗോവർദ്ധനത്തെ പൂജിച്ചാൽ എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലം ലഭിക്കും. ഇപ്രകാരം വർഷം പ്രതി എല്ലാ വർഷവും ഇങ്ങനെ അനുഷ്ഠിക്കണം. വൃന്ദാവനത്തിലെ ഗോപീഗോപന്മാർക്കായി ഈ ഒരു ഗിരിരാജ പൂജാവിധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഹരേ കൃഷ്ണ.